Exposure of silver chloride to sunlight for a long duration turns gray due to 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. അതിൽ ചൈന ഡിഷിൽ AgCl വെച്ചിട്ടുണ്ട്. AgClലേക്ക് സൺലൈറ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ ഫോട്ടോലിറ്റിക് ഡികമ്പോസിഷൻ റിയാക്ഷൻ. സോ AgCl in presence of sunlight is converting into Ag and Ag plus and Cl2. Cl2 ഉണ്ടാവണമെങ്കിൽ ഇവിടെ 2 Cl വേണം. അപ്പോൾ അതിന് ഇവിടെ 2 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ 2 Ag ആയി. അപ്പോൾ ഇവിടെയും 2 Ag വരും. ഇതാണ് റിയാക്ഷൻ നടക്കുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ദ ഫോർമേഷൻ ഓഫ് സിൽവർ ബൈ ഡികമ്പോസിഷൻ ഓഫ് സിൽവർ ക്ലോറൈഡ്, അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഡികമ്പോസിഷൻ റിയാക്ഷനാണ്. ഒന്നുകൂടി ക്ലിയർ ആക്കി പറഞ്ഞാൽ അത് ഫോട്ടോലിറ്റിക് ഡികമ്പോസിഷൻ റിയാക്ഷനാണ്. ഫോം ചെയ്തിരിക്കുന്നത് സിൽവർ തന്നെയാണ്. സോ ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. സബ്ലിമേഷൻ ഓഫ് സിൽവർ ക്ലോറൈഡ് അത് തെറ്റാണ്. സബ്ലിമേഷൻ അല്ല അവിടെ നടക്കുന്നത്. സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് ഡയറക്ട്ലി കൺവേർട്ടിങ് ഇൻ ടു ഗ്യാസ്, അതല്ല നടക്കുന്നത്. ഡീകമ്പോസിഷൻ ഓഫ് ക്ലോറിൻ ഗ്യാസ് ഫ്രം സിൽവർ ക്ലോറൈഡ് അത് ശരിയാണ്. ക്ലോറിൻ ഗ്യാസ് തന്നെയാണ് അവിടെ ഉണ്ടാവുന്നത്. ഇവിടെ ഉണ്ടാകുന്നത് ക്ലോറിൻ ഗ്യാസ് തന്നെയാണ്. അത് ഡീകമ്പോസിഷൻ ഓഫ് AgCl വഴിയാണ് ഉണ്ടാകുന്നത്. സോ ഓപ്ഷൻ 3 ഓൾസോ കറക്റ്റ്. ഓക്സിഡേഷൻ ഓഫ് സിൽവർ ക്ലോറൈഡ് അത് തെറ്റാണ്. ഓക്സിഡേഷൻ അല്ല ഇവിടെ നടക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ റിഡക്ഷൻ ഓഫ് സിൽവർ ക്ലോറൈഡ് ആണെങ്കിൽ അത് ശരിയാണ് കേട്ടോ. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ Agയുടെ ചാർജ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1ഉം Cl -1ഉം ആണ്. പ്യുവർ Ag വന്നാൽ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. അപ്പോൾ Ag ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ AgCl Agയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആയിരുന്നു. അത് കുറഞ്ഞ് 0 ആയി മാറി. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറഞ്ഞതുകൊണ്ട് ഇവിടെ നടക്കുന്ന പ്രോസസ്സ് റിഡക്ഷൻ ആണ്. റിഡക്ഷൻ തന്നാൽ അത് ശരിയായിരുന്നു. ഇത് പക്ഷേ ഓക്സിഡേഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ശരിയല്ല. ഇനിയാണ് ഓപ്ഷൻസ് വരുന്നത്. ഓൺലി 1 അല്ല, ഓൺലി 1 മാത്രമല്ല. ദെൻ 2 and 3, then 1 and 3. 1 and 3 is the correct option.